SSLC പരീക്ഷ മികച്ച മാർക്കോടെ വിജയിച്ചിട്ടും +1 പ്രവേശനം ലഭിക്കാത്തതിന്റെ വിഷമത്തിലാണ് പശ്ചിമ ബംഗാൾ സ്വദേശികളായ ഇരട്ടക്കുട്ടികൾ. പട്ടിക വിഭാഗത്തിൽ ഉൾപ്പെട്ടവരായിട്ടും ഇവർക്ക് പ്രവേശനം ലഭിക്കാത്തത് ചർച്ചയാവുന്നുണ്ട്. ഇപ്പോൾ 25 വർഷമായി കരുവാരകുണ്ട് പുന്നക്കാട് ചുങ്കത്തെ വാടക വീട്ടിൽ കഴിയുന്ന സുജിത് കുമാർ സർക്കാരിന്റെ ഇരട്ടക്കുട്ടികളായ വിദ്യാർത്ഥികളാണ് +1 പ്രവേശനം ലഭിക്കാത്തതിന്റെ വിഷമത്തിൽ കഴിയുന്നത്. പശ്ചിമ ബംഗാളിലെ നോർത്ത് പർഗാനസ് സ്വദേശികളായ സുജിത് കുമാർ സർക്കാരും ഭാര്യ പ്രഭാതി സർക്കാരും കഴിഞ്ഞ 25 വർഷമായി കരുവാരക്കുണ്ട് പുന്നക്കാട് ചുങ്കത്തെ വാടക വീട്ടിലാണ് താമസം. ഇവർക്ക് 3 മക്കളുണ്ട്. മൂത്ത മകൾ ഷൂലി മദ്രാസ് IIT വിദ്യാർത്ഥിനിയാണ്. പിന്നീടുള്ളത് ഇരട്ടക്കുട്ടികളായ ഗൗരവ് കുമാർ സർക്കാരും ഗൗതമി സർക്കാരുമാണ്. ഇവർക്കാണ് +1 പ്രവേശനം നിഷേധിക്കപ്പെടുന്നത്. ഗൗരവ് കുമാറിന് മുഴുവൻ വിഷയങ്ങൾക്കും A+ ഉണ്ടായിട്ടും പ്രവേശനം നേടാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാം അലോട്ട്മെൻറ്റിൽ പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SC വിഭാഗത്തിൻ്റെ പട്ടികയിൽ ഇടം നേടിയെങ്കിലും നാമശൂദ്ര വിഭാഗക്കാരായതിനാൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടു. പശ്ചിമ ബംഗാളിൽ നാമശൂദ്ര പട്ടിക വിഭാഗമാണെങ്കിലും കേരളത്തിൽ അത് ബാധകമല്ലെന്നാണ് വിലയിരുത്തൽ. എന്നാൽ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ SSLC സർട്ടിഫിക്കറ്റിൽ SC എന്ന് വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഗൗരവ് കുമാറിൻ്റെ ഇരട്ട സഹോദരി ഗൗതമിക്ക് 9 വിഷയങ്ങൾക്ക് A+ ഉണ്ട്. ഗൗരവ് നേരിടുന്ന അതേ പ്രശ്നം തന്നെയാണ് ഗൗതമിയും നേരിടുന്നത്. മറ്റൊരു കുട്ടിക്ക് 9A+. അപ്പോൾ നമ്മുടെ ജാതിയിലെ SCയിലെ ഒരു നാമശൂദ്ര ജാതി ഉണ്ട് വെസ്റ്റ് ബംഗാളിലാണ്, എവിടെ ഇല്ല. ആ വെച്ചിട്ട് കൊടുത്തുക്കുന്നു. പിന്നെ 10th ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൽ ആ ജാതി എഴുതി വെച്ചിരിക്കുന്നു. ആ ജാതി വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നു, അപേക്ഷ കൊടുത്തിരിക്കുന്നു. പാണ്ടിക്കാട്ടിലേക്ക് കിട്ടിയിട്ട് അവർ വെരിഫിക്കേഷൻ ആക്കുമ്പോൾ നോക്കിയ ശേഷം ഈ ജാതി SC ജാതി ഈ കേരളത്തിൽ ഇല്ല. 25 വർഷമായിട്ട് എൻ്റെ 3 മക്കൾ എവിടെ തന്നെ ജനിച്ചു, എവിടെ തന്നെ പൊലിച്ചോ വലുതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ അഡ്മിഷൻ എവിടെയായാലും കിട്ടണം, അത്ര നമുക്ക് റിക്വസ്റ്റ് ആക്കണം. വേറെ ഒന്നുമില്ല സാറേ, നമ്മുടെ ആ നമുക്ക് അഡ്മിഷൻ കിട്ടിയാൽ മതി, അത്ര എനിക്ക് മതി. ഇരുവരും മേലാറ്റൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയത്. കേരളത്തിലെ SC വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പരിഗണന ഇവർക്കും നൽകണമെന്നാവശ്യപ്പെട്ട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് കുടുംബം. സ്പെഷ്യൽ ഉത്തരവിലൂടെ സർക്കാർ പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ഇവരുടേതല്ലാത്ത കുറ്റത്തിന് ഇവർക്ക് അർഹതപ്പെട്ട ഇവരുടെ അഡ്മിഷൻ, ഇവരുടെ ഹയർ സ്റ്റഡി തുടങ്ങി. അപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇത് പരിശോധിച്ചിട്ട് ഇവർ വേണ്ട നടപടി സ്വീകരിച്ച് കുട്ടികൾക്ക് തുടർ പഠനത്തിന് സൗകര്യം ഒരുക്കണമെന്നാണ് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഇവരിങ്ങനെ SC വിഭാഗത്തിൽപ്പെടുന്ന വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഇവർ ഇവിടെ വാടക കെട്ടിടത്തിൽ 10 വർഷമായി വാടക കെട്ടിടത്തിലാണ്. നിത്യ വരുമാനമൊന്നുമില്ല, കൂലിപ്പണിക്കാരാണ്. ഒരു വഴിയില്ല, അവർക്ക് ഉപജീവനത്തിൻ്റെ വഴിയില്ല. ഈ SC ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. സർക്കാരിൻ്റെ പരിഗണനയിൽ ഈ വിഷയം ഗൗരവമായി വരേണ്ടതുണ്ട്. ഇത്തരം ആളുകൾക്ക്, റിസർവേഷൻ ഉള്ള ആളുകൾക്ക് അർഹതപ്പെട്ട അതുപോലെ സ്ഥലം, വീട്, മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പം പഠിക്കാനും ഇവർക്ക് വിലങ്ങുതടിയായിരുന്നു. എങ്ങനെയാണ് SSLC ബുക്കിൽ SC എന്ന് രേഖപ്പെടുത്തിയത്? SSLC ബുക്കിൽ SC എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് രേഖയാണല്ലോ. അപ്പം ഈ രേഖ വെച്ചുകൊണ്ട് ഇവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിച്ചു കൊടുക്കണം. അടുത്ത അലോട്ട്മെൻറ്റിൽ ജനറൽ കാറ്റഗറിയിൽ അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. കൂലിപ്പണിക്കാരനാണ് ഇവരുടെ അച്ഛൻ സുജിത് കുമാർ. 25 വർഷമായി കരുവാരക്കുണ്ടിൽ സ്ഥിര താമസക്കാരനായിട്ടും സ്വന്തമായി വീടില്ലാത്തതും കുടുംബത്തിന് പ്രതിസന്ധി തീർക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്.